ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് എം എൻ കാരശ്ശേരി തുറന്നടിക്കുകയാണ്. ഹിന്ദു മതരാഷ്ട്രവാദം പോലെ തന്നെ ആപത്താണ് ഇസ്ലാമിക മതരാഷ്ട്രവാദവും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDF-ന് ഇത് തിരിച്ചടിയാകും ഈ ബാന്ധവം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കാദ്യം എം എൻ കാരശ്ശേരിക്ക് പറയാനുള്ളത് കേൾക്കാം, അതിനുശേഷം അതിൻ്റെ സമഗ്രമായ വിവരങ്ങളിലേക്ക് വരാം. UDF അവരുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി എടുത്തിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമി എടുത്തിട്ടില്ല, ഞങ്ങൾ നമ്മൾ നീക്കുപോക്കേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചില്ല, സംബന്ധമേ ഉള്ളൂ എന്നാണ്. അതാണല്ലോ, കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും, സംബന്ധത്തിൽ എന്തുണ്ട്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. പക്ഷേ അതൊക്കെ തിരിച്ചടിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഹിന്ദു രാഷ്ട്രവാദം തെറ്റാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം തെറ്റായിരിക്കണം. ഹിന്ദു രാഷ്ട്രവാദമാണ് RSSനുള്ളതെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദമാണ് ഇസ്ലാമിക്കുള്ളത്. ജനാധിപത്യത്തിൽ ഈ രണ്ടു കൂട്ടർക്കും വിശ്വാസമല്ല, രണ്ടു കൂട്ടരും ഒരുപോലെ അകറ്റി നിർത്തേണ്ടതാണ്. അതുകൊണ്ട് UDF-ന് എല്ലാ നിലയ്ക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നഷ്ടം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ പാർട്ടിക്കാർ മറന്നു പോകുന്ന കാര്യം, പാർട്ടി വോട്ടുകളല്ല ഇവിടെ നിർണായകം, നിഷ്പക്ഷ വോട്ടുകളാണ്. അതുകൊണ്ട് ഇവർ മണ്ടത്തര കാണിക്കുന്നത്. ഇപ്പോൾ PV കുട്ടൻ എന്നോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. കുട്ടൻ, കാരശ്ശേരി മാഷ് തുറന്നടിക്കുകയാണ്. UDF മണ്ടത്തരമാണ്, കോൺഗ്രസ് ഈ ബാന്ധവത്തിലൂടെ ചെയ്യുന്നത് മണ്ടത്തരമാണ്, കല്യാണമല്ല സംബന്ധമാണ് നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിഷ്പക്ഷരായ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകും എന്നാണോ കാരശ്ശേരി മാഷ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്? മനു എന്നും കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തന എഴുത്തുകാരനാണ് എം എൻ കാരശ്ശേരി മാഷ്. നമുക്കൊക്കെ ബഹുമാനമുള്ള ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഈ ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് എം എൻ കാരശ്ശേരി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. UDF-ന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വലിയ രീതിയിൽ UDF-ന് തിരിച്ചടിയാകും. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ ബാധ്യതയാകും. UDF-ന് വലിയ തരത്തിലുള്ള തിരിച്ചടി UDF-ന് ഉണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എം എൻ കാരശ്ശേരി മാഷ് അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് മതരാഷ്ട്രവാദികളാണ്. RSSനെ പോലെ തന്നെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന RSSൻ്റെ ആശയം പോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നയം, അത് രണ്ടും ഒരുപോലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ്. രണ്ടും നമ്മുടെ നാടിന് ആപത്താണ് എന്നുള്ളതാണ് കാരശ്ശേരി മാഷ് പറയുന്നത്. UDF-നെ കുറിച്ച് അദ്ദേഹം പറയുന്ന മറ്റൊരു വിമർശനം, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ മുന്നണിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് കല്യാണമല്ല, ഇത് സംബന്ധമാണ്, അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന രീതിയിലുള്ളൊരു ഒരു നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്ന് വളരെ പരിഹാസ രൂപേണയാണ് കാരശ്ശേരി മാഷ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനം, നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കേരളമാകെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. സാമുദായിക നേതാക്കൾ, മത നേതാക്കൾ, സംസ്ഥയുടെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കളൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമായി കൂട്ടുകൂടുന്ന UDF-നെതിരെ ശക്തമായ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ UDF-ൻ്റെ തന്നെ സഹയാത്രികനായ, കേരളം അറിയപ്പെടുന്ന മറ്റൊരു സാംസ്കാരിക പ്രവർത്തകൻ കൂടി ഈ ബന്ധത്തിനെതിരെ അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മനു.